പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള തിരുവചനം. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, പ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നു. അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവീൻ. ഇപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 8-ാം ദിവസം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുന്ന വചനം പ്രകാരമാണ്. അധ്വാനം ഏറുമ്പോഴും ഭാരം കൂടുമ്പോഴും യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക, എന്നാലേ യേശു നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്നതാണ് സത്യം. അവനിലേക്ക് നിന്റെ മനസ്സും ഹൃദയവും തിരിച്ചാലേ മാത്രം മതി, നീ അവന്റെ അടുത്താകും. ക്ലേശവും അധ്വാനവും കൂടുമ്പോൾ യേശുവിലേക്ക് തിരിയുന്നത് നീ ശീലമാക്കുക. നിന്റെ ജീവിതത്തിലെ ആകമാനം ആശ്വാസം നിറയുന്നത് നിനക്ക് അനുഭവിക്കാനാകും. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനാകണമെങ്കിൽ ശാന്തതയും വിനയവും സ്വന്തമായിട്ടുണ്ടായിരിക്കണം. ഹൃദയശാന്തത അനുഭവിക്കുന്നവനും മാത്രമേ മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനാകൂ. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും ദൈവമായ മിശിഹ നമുക്ക് വേണ്ടി ഉപവസിക്കുകയും തടസ്സങ്ങൾ കൂടാതെ പ്രയാണം ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് മാർഗം ഉപദേശിച്ചു തരികയും ചെയ്തു. സകല സൃഷ്ടികളെ അവനെ മഹത്വപ്പെടുത്തുവിൻ, വിശേഷ്യ അവന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും പുകഴ്ത്തി ശ്രേഷ്ഠതപ്പെടുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത പ്രകാരം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നമുക്ക് നോമ്പ് ആചരിക്കാം. തങ്ങളുടെ ഉടയവനെ കോപിപ്പിച്ച യൂദജനത്തെ പോലെ നാം നോമ്പാചരിക്കരുത്. സകല സൃഷ്ടികളെ അവനെ മഹത്വപ്പെടുത്തുവിൻ, വിശേഷ്യ അവന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. നോമ്പ് ശ്രേഷ്ഠവും പ്രാർത്ഥന നല്ലതുമാകുന്നു. ശ്ലീഹ എഴുതിയിരിക്കുന്നത് പോലെ സ്നേഹം അവയേക്കാൾ വിശേഷപ്പെട്ടതാകുന്നു. ആകയാൽ എന്റെ വത്സലരെ, നാം നമ്മുടെ കൂട്ടുകാരോട് രമ്യപ്പെടുവാൻ സന്നദ്ധരാവുകയും ഉത്തമനായ നാഥനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എന്തെന്നാൽ അവന്റെ പരിശുദ്ധ തിരുനാമം എന്നേക്കും വിശേഷ വിധേയമായി പുകഴ്ത്തി ശ്രേഷ്ഠമാക്കപ്പെടുവാൻ നമുക്ക് അവൻ കൃപ നൽകിയിരിക്കുന്നു. ബാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.